തൂത്തുക്കുടി സാത്താംകുളം കസ്റ്റഡി കൊലയിൽ നിർണായക ശിക്ഷാവിധി വന്ന ദിവസമാണിന്ന്. പ്രതികളായ 9 പോലീസുകാർക്കും വധശിക്ഷയെന്ന അതിസുപ്രധാനമായ വിധി. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന നിരീക്ഷണവുമായി മധുരൈ ജില്ലാ കോടതിയാണ് 9 പോലീസുകാർക്കും വധശിക്ഷ വിധിച്ചത്. ഭാവിയിൽ കസ്റ്റഡി കൊലകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു താക്കീതായി ഈ ശിക്ഷ മാറണമെന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2020 ജൂണിൽ കോവിഡ് സമയത്ത് ലോക്ക്ഡൌൺ ലംഘിച്ച് കട തുറന്നതിന് ജയരാജിനെയും മകൻ ബെന്നിക്സിനെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഇന്നും മനുഷ്യത്വം വറ്റിയിട്ടില്ലാത്തവരുടെ മനസ്സിലെ മായാത്ത മുറിവാണ്. ഒടുവിൽ ആ ക്രൂരതയ്ക്ക് കഴുമരം ശിക്ഷയായി വിധിച്ച് നീതി നടപ്പാക്കി കോടതി. വിധി സംബന്ധിച്ച വിവരങ്ങൾ ക്രൈം ഫയൽ സ്പെഷ്യൽ സ്റ്റോറിയിലൂടെ വിവരിക്കും KB ശ്രീധരൻ. രാജ്യത്തെ തന്നെ നടുക്കിയ അതിക്രൂരമായ കസ്റ്റഡി കൊലപാതക കേസിലാണ് മധുരൈ ജില്ലാ കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ 9 പേർ ചേർന്ന് 2 പേരെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 9 പേരും കുറ്റക്കാരാണ് എന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ 9 പേർക്കും വധശിക്ഷ നിലവിൽ വിധിച്ചിരിക്കുകയാണ്. സാത്താംകുളത്തൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീധർ, ബാലകൃഷ്ണൻ, രഘു ഗണേഷ്, പോലീസുകാരായിട്ടുള്ള N മുത്തുരാജ, സാംദുരൈ, ചെല്ലദുരൈ, തോമസ് ഫ്രാൻസിസ്, മുരുകൻ, വെയിലുമുത്തു, ഇങ്ങനെയാണ് ഈ നരാധമന്മാരായിട്ടുള്ള പോലീസുകാരുടെ പേരുകൾ. ഏതായാലും ഇവർക്കെല്ലാം ഈ കസ്റ്റഡി മരണത്തിൽ പങ്കുണ്ട് എന്ന് നിസ്സംശയം തെളിയിക്കാൻ പ്രോസിക്യൂഷനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലോകമാകെ അടച്ചിട്ടിരുന്ന കോവിഡ് കാലത്താണ് ഈ അരുംകൊല നടക്കുന്നത്. ഈ സാത്താംകുളത്തൂരിൽ ഒരു ചെറിയ മൊബൈൽ ഷോപ്പ് നടത്തുകയായിരുന്നു ജയരാജ് എന്ന് പറയുന്ന വ്യാപാരി. കോവിഡ് നിയമങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ നിയന്ത്രണങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ചാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ഇയാളെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. രഹസ്യ ഭാഗങ്ങളിൽ പോലും ലാത്തി കൊണ്ട് കുത്തേറ്റിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. ഏതായാലും ഈ വിവരം അറിഞ്ഞാണ് ജയരാജിന്റെ മകൻ അവിടേക്ക് എത്തുന്നത്. മകൻ ഈ അച്ഛന്റെ അവസ്ഥ കണ്ട് അതിനെ ചോദ്യം ചെയ്തു. ഇത് പോലീസിന് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് കള്ളക്കേസുകൾ ചുമത്തി മകനെയും പോലീസ് അകത്തിടുകയാണ് ചെയ്തത്. ഇരുവർക്കും അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഇവരെ സബ് ജയിലിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. സബ് ജയിലിൽ വെച്ചാണ് ഇവർക്ക് അസുഖം മൂർച്ഛിക്കുകയും അതായത് ശരീരത്തിലേറ്റ പരിക്കുകളെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടായി ഇവർ മരണത്തിലേക്ക് എത്തുന്നത്. ഏതായാലും അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത് എന്ന് അന്ന് തന്നെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി. പക്ഷെ പോലീസ് പലപ്പോഴും സേനയ്ക്കുള്ളിലുള്ളവരാണ് പ്രതിസ്ഥാനത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിച്ച് സഹപ്രവർത്തകരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയത്. ഏതായാലും ഇവരുടെ കുടുംബാംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് കേസ് അന്വേഷണം CBIക്ക് കൈമാറുന്നത്. അതായത് പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവത്തിൽ പിന്നീട് CBIയിലേക്ക് അന്വേഷണം മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിന്റെ പ്രത്യേക ഉത്തരവിലൂടെ ഈ കേസ് CBIയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. തുടർന്നാണ് CBI കേസ് അന്വേഷണം അറിയിച്ച് എന്താണ് നേര്, എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ഈ പോലീസുകാർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഏതായാലും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് മധുരൈ ജില്ലാ കോടതി, അതിവേഗ കോടതി ഈ കേസ് പരിഗണിച്ചത്. ഈ വിചാരണ വേളയിൽ തന്നെ നിരവധി ആളുകളെ കൂറുമാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടന്ന ഒരു കേസാണ്. എന്നിട്ട് പോലും തെളിവുകൾ ഇവിടെ കൃത്യമായി ഈ ഇരകൾക്ക് വേണ്ടി വാദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ കേസിൽ ഈ 9 പ്രതികളും അവരെ നരാധമന്മാർ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ. ഈ 9 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഈ 9 പേർക്കും ഒരേപോലെ മരണശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്
മധുരൈ ജില്ലാ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ഇവർ ചെയ്തത് സമാനതകളില്ലാത്ത, അതായത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു മർദ്ദനം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ് എന്ന് കോടതി പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് ഈ വിധി പ്രസ്താവത്തിൽ. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇവർക്ക് മരണശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാകുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രമെടുത്താൽ ഒരു സ്റ്റേഷനിലെ തന്നെ 9 ഉദ്യോഗസ്ഥർക്കെതിരെ ഇങ്ങനെ ഒന്നിച്ച് മരണശിക്ഷ വിധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ രാജ്യമാകെ ശ്രദ്ധിച്ച തമിഴ്നാട് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു കേസിലാണ് ഇപ്പോൾ നീതി നടപ്പിലായിരിക്കുന്നത്. ഈ വിധിയിൽ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഈ മരിച്ച ജയരാജിൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം. ഏതായാലും ഇനിയൊരു കസ്റ്റഡി മരണം തമിഴ്നാട്ടിൽ ഉണ്ടാകരുത്. ഉണ്ടായാൽ കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിധി പ്രസ്താവത്തിലൂടെ മധുരൈ ജില്ലാ കോടതി നടത്തിയിരിക്കുന്നത്.